ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചിത്രം വരയ്ക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവറിൽ വരുന്നത്. ഫേസൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം അത്ര ഭംഗിയുള്ള ഫേസൊന്നുമല്ല എൻ്റെ. ഞാൻ ഒരു ഷോപ്പിൽ നിന്നിട്ട് ഗൈസ്, ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ചിലക്കിടയ്ക്ക് കസ്റ്റമറൊക്കെ കയറി വരും. നമുക്ക് വരയ്ക്കാനുള്ളൊരു ഗ്യാപ്പൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിത്രം എന്ന് വെച്ചാൽ ഇന്നൊരു പുതിയൊരു ചിത്രം ചെറുതായിട്ടൊന്ന് വരയ്ക്കാം. ഞാൻ എൻ്റെ കയ്യിലാട്ടോ ഫോൺ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് ചെറിയ ഷേക്കിങ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഫോക്കസ് കുറവ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നേരെ ഇതിൽ ചെറിയൊരു നമുക്കൊരു ഔട്ട്ലൈൻ വരയ്ക്കണം. നേരെ ഔട്ട്ലൈൻ വരച്ചിട്ട് പോയിട്ടൊക്കെ വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സ്കെച്ചുകളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് അതിനകത്ത് കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്കെച്ചൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ കളറൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു റെഡ് കളർ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ വേറെ ഏത് കളർസ് പോലെ ഫീൽ ചെയ്യും. റെഡാണ് ആക്ച്വലി ഗൈസ്. ചിലപ്പോൾ മറൂണൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ബേബി, എന്താ പറയുക. പിന്നെ ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് പിങ്ക് എന്ന് വെച്ചാൽ നമ്മൾ ബേബി റോസ് എന്നൊക്കെ ചില പറയും. അങ്ങനത്തെ ഒരു കളേഴ്സ് കറക്റ്റായിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. സ്കെച്ചിൽ ഇത്ര കളേഴ്സ് ഇങ്ങനത്തെ കളേഴ്സൊന്നും അല്ല. ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തൊരു സാധനമാണ്. ഈ ഒരു പെൻസിലാണ് 36 കളേഴ്സ് വരുന്നത്. ചില സമയത്ത് എനിക്ക് തന്നെ കളേഴ്സ് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാറുണ്ട്. ഇതിൽ ഭഗവാൻ ഇത് ഏത് കളറാണ് എടുക്കണം. കാണുമ്പോൾ ഏകദേശം ചിലപ്പോൾ എല്ലാം എന്താ പറയുക ഒരേപോലത്തെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മൂഡിയിൽ പല പല കളേഴ്സ് ആണെങ്കിൽ ചില സമയത്ത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരേ കളർ പോലെ തോന്നുന്നു ഗൈസ്. എന്താ പറയുക, പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ തോന്നും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഞാൻ ആദ്യമായിട്ട് വോയിസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് ഓവറിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബ്ലാക്കിൽ നിന്ന് തുടങ്ങാം. ബ്ലാക്ക് നമുക്കിവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷനൊക്കെ ഒന്ന് കളർ ചെയ്താൽ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ഈ വരയ്ക്കുന്ന സമയത്ത് ഫോണും നോക്കുന്നില്ല. അപ്പോൾ ഫോണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ചിലപ്പോൾ വീഡിയോയിൽ എങ്ങനെ റണ്ണിങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചിത്രമൊന്നും കാണില്ല, നമുക്ക് വരയ്ക്കൊന്നും കാണാൻ പറ്റാത്ത അവസരമൊക്കെ ഉണ്ടാവാറുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക, കാരണം തുടക്കക്കാരനല്ലേ, ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. എല്ലാം ക്ഷമിക്കുക. ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കളർ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ബ്ലാക്ക് നമ്മളത് ഈ ഒരു രീതിക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡോട്ട് ഇവിടെ വീണിട്ടുണ്ട്. അത് കൈ അറിയാതെ ഒരു ഡോട്ട് അവിടെ വീണ് പോയി. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും കൂടി മൊത്തം ഈ ഒരു കളർ അടിച്ച് ചേർക്കാനുണ്ട്. നമുക്ക് ഈ ഒരു മൊത്തത്തിൽ ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ആ ഒരു പോർഷൻ മൊത്തം ഞാൻ വരച്ചിട്ടുണ്ട്, കളറിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പഴയ കളർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. സൈഡിൽ കിടന്നോട്ടെ. നമുക്ക് ഇതിലോട്ട് ഈ ചുണ്ടിലോട്ട് കൂടി നമുക്ക് ഡാർക്ക് ബ്രൗൺ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ റെഡ് കളർ, ബ്രൗൺ അല്ല, റെഡ്, ഇപ്പോൾ ഡാർക്ക് റെഡാണ് ഗൈസ്. നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം നൈസായിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഈ വരയ്ക്കുന്ന സമയത്തൊക്കെ ഇടയിൽ കസ്റ്റമർ വന്നായിരുന്നു കേട്ടോ. കസ്റ്റമർ വന്ന് നമ്മളവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. കസ്റ്റമർ ഹാപ്പി ആയിട്ട് അങ്ങ് പോയിട്ടുണ്ട്. നമുക്ക് ചുണ്ട് നമ്മളത് അടിച്ചു പിടിച്ചു. പിന്നെ നമുക്ക് ബ്ലാക്ക് കുറച്ച് കൊടുക്കാണ്ട് നമ്മൾ ഇവിടെയും നമുക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തുകൂടി നമുക്ക് ബ്ലാക്ക് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ ജസ്റ്റ് അതിലോട്ട് അധികം പടരാതെ, കാരണം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് പടരും. ഓൾറെഡി ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് പടർന്നിട്ടുണ്ട്. ഒരുപാട് നമുക്കതിൽ പ്രസ് ചെയ്യിപ്പിക്കാതെ വേണം നമുക്കത് കൊടുക്കാനായിട്ട്. കൊണ്ട് ബൊക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഡാർക്കിച്ചിട്ട് വരാം. ഇത് ഇവിടെ ഇങ്ങനെ ആ ഒരു പോർഷൻ വരച്ചിട്ട് ഗൈസ്. പിന്നെ നമുക്കത് ഇവിടെ ചെറിയൊരു കണ്ടോ നമ്മുടെ മൂക്കിൻ്റെ ഒരു ഓൾ ടൈപ്പിൽ വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കും. അങ്ങനെ വരച്ചെടുത്തപ്പോൾ ഏകദേശം സെറ്റായി. ഇനി നമുക്ക് കണ്ണ് തട്ടാതിരിക്കുക, വെറുതെ ചുമ്മാ തമാശയ്ക്ക് ചെറിയൊരു ഡോട്ട് ഇവിടെ നിന്ന് സെറ്റ് കൊടുത്താൽ ഏകദേശം ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ചിത്രം എന്ന് പറയണത്